നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ ഹെൽസിൻ്റെ NLP സീരീസിൽ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലേണിംഗ് സോണിനെ കുറിച്ചാണ്. ലേണിംഗ് സോണിൽ നമ്മൾ പുതുതായിട്ട് ഒരു ഐഡിയയോ അല്ലെങ്കിൽ ഒരു ബിഹേവിയറോ അല്ലെങ്കിൽ ഒരു പുതിയ എന്ത് പഠിക്കുകയാണെങ്കിലും നമുക്ക് രണ്ട് ഡേഞ്ചർ കാണും. ആ ഡേഞ്ചറിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. ആ ഏതൊക്കെയാണ് ഡേഞ്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് സോൺസ് ഉണ്ട്. ഒന്നാമത്തെ ആങ്സൈറ്റി സോൺ. ആങ്സൈറ്റി സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സ്റ്റക്കാണ്. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വിഷമിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. നമ്മൾ ഹെൽപ്ലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ നമ്മൾ തിരിച്ചു പോകുന്ന അവസ്ഥയാണ് ആങ്സൈറ്റി സോൺ എന്ന് പറയുന്നത്. ഇത് നമ്മളെല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മാനസികമായിട്ട് ഒരു സ്റ്റെപ്പ് പുറകോട്ട് നിൽക്കുക. എന്നിട്ട് നോക്കുക നമുക്ക് എന്താണ് വേണ്ടത്. ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് നമ്മൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക. നമുക്ക് എന്താണ് അടുത്ത് ചെയ്യേണ്ടത്? നമുക്ക് എന്താണ് കുറവുള്ളത്? റിസോഴ്സസ് ആണോ? ഇൻഫർമേഷൻ ആണോ? ഒരു ഹെൽപ്പാണോ? അതോ ഇതിൽ നിന്നെല്ലാം കംപ്ലീറ്റ് ഒരു ബ്രേക്കാണോ വേണ്ടത് എന്ന് നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക. ആങ്സൈറ്റി സോണിൽ നിന്ന് പുറത്ത് കിടക്കുക. രണ്ടാമത്തെ ഡ്രോൺ സോൺ അഥവാ ബോർഡം സോൺ. ബോറടിക്കുന്ന അവസ്ഥ നമുക്കെല്ലാവർക്കും വന്നിട്ടുള്ളതാണ്. നമ്മളിതിലൂടെ പോയിട്ടുള്ളതാണ്. നമുക്ക് കൈയും കെട്ടിയെന്ന് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ. നമുക്ക് ഒന്നും ചെയ്തില്ലേലും നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ. നമുക്ക് ഒട്ടും ഒരു എഫേർട്ട് കൊടുക്കേണ്ടി വരുന്നില്ല. നമുക്ക് നമ്മുടെ ഇൻവോൾവ്മെൻറ്റ് ഉള്ളതായി പോലും അറിയുന്നില്ല. സംഭവങ്ങൾ തന്നെത്താനെ പോകുന്നു. നമുക്ക് ആ ഒരു അക്കോംപ്ലിഷ്മെൻറ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ അവസ്ഥ, അതാണ് ഡ്രോൺ സോൺ. അത് ആങ്സൈറ്റി സോൺ പോലെ തന്നെ ഉള്ളൊരു അവസ്ഥയാണത്. നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകോട്ടെടുക്കുക, ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക. ചിലപ്പോൾ നമുക്കിവിടെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് വരുത്താൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ പഠിക്കേണ്ടി വന്നേക്കാം. നമുക്ക് കുറച്ച് കൂടുതൽ സ്ട്രെച്ച് ചെയ്യേണ്ടി വന്നേക്കാം. നമുക്ക് പുതിയ സ്കിൽ എടുക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിട്ട് തന്നെ നമുക്ക് പുതിയൊരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ഡ്രോൺ സോണും നമ്മളെ കൊല്ലും. നമ്മളിപ്പോൾ IT ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരു പ്രൊജക്റ്റിൽ ചെല്ലുന്നു. ആ പ്രൊജക്റ്റിൽ ഓൾറെഡി കോഡുകളെല്ലാം എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എല്ലാ ദിവസവും വെറുതെ ആ കോഡ് റൺ ചെയ്താൽ മതി. നമുക്കതിലൊന്നും ചെയ്യാനില്ല. അവിടെ ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടേതായുള്ള എക്സ്പ്ലോറേറ്ററി കോഡ്സ് നമുക്ക് ചെയ്യാം. നമ്മുടേതായ സിനറിയോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോഡിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിനോ ടെസ്റ്റിങ്ങിനോ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുതകുന്ന വാല്യൂ ആഡ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എക്സ്ട്രാ ഫീലിംഗ് കിട്ടും. നമ്മൾ ഒരിക്കലും കംഫർട്ട് സോണിൽ ഇരുന്ന് പോകരുത്. നമ്മൾ കംഫർട്ട് സോൺ എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ സോണിലായി പോവുകയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഡ്രോൺ സോൺ എന്ന് പറഞ്ഞാൽ മിക്കവാറും കംഫർട്ട് സോൺ തന്നെയാണത്. അത് എൻജോയ് ചെയ്യുന്ന വളരെ കില്ലിംഗ് സോണാണത്. ഇനി ലേണിംഗ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പെർസീവ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവബോധം ഉണ്ടാക്കി ഈ ഡിഫിക്കൽട്ടീസ് നമ്മുടെ റിസോഴ്സുമായിട്ട് ഏകദേശം മാച്ചാണ്. നമുക്ക് അത്യാവശ്യം ചലഞ്ചിങ് ആണ്, അത്യാവശ്യം മുന്നോട്ട് പോകാൻ പറ്റും. കട്ടയ്ക്ക് നിൽക്കുന്നു. അതിനെയാണ് ലേണിംഗ് സോൺ എന്ന് പറയുന്നത്. ആങ്സൈറ്റി സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിഫിക്കൽട്ടി വളരെ കൂടുതലാണ്. എന്തിനെ അപേക്ഷിച്ച്? നമ്മുടെ റിസോഴ്സസിനെ അപേക്ഷിച്ച്. ഇനി ഡ്രോൺ സോൺ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്. നമ്മുടെ റിസോഴ്സസ് വളരെ കൂടുതലാണ്, നമ്മുടെ ഡിഫിക്കൽട്ടി വളരെ കുറവാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഏതൊരു ലേണിംഗ് നടത്തുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു ലേണിംഗ് പ്രോസസ്സിലും നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മളിപ്പോഴും ബോധവാന്മാരായിരിക്കണം. അപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങൾ ആങ്സൈറ്റി സോണിലോ ഡ്രോൺ സോണിലോ വീണ് പോകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി വീണ് പോയാലും നിങ്ങൾക്ക് എങ്ങനെ കരകയറാൻ പറ്റുമെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലിരിക്കും. ഓക്കെ, സോ നമ്മൾ അടുത്ത നഗറ്റമായി അടുത്ത വീഡിയോയിൽ വരും. ടിൽ ദെൻ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, ബൈ ബൈ.